ഇതാണ് കഞ്ചാവ് ചെടി. നമ്മുടെ ഓമന ചെടിയാണ് കഞ്ചാവ് ചെടി. കഞ്ചാവ് ചെടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. കഞ്ചാവ് വലിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫോട്ടോ എങ്കിലും എടുക്കും. ഞാൻ എടുത്തിട്ട് എന്റെ ഇതെടുത്തു. ഇങ്ങനെ പിടിച്ചാ മതി. ആ വീഡിയോ യോഗബദ്രി ക്ഷേത്രമാണിത്. പാണ്ഡു മഹാരാജാവ് ഇവിടെ തപസ് ചെയ്താന്ന് പറയുന്നു. പിന്നെ പഞ്ചപാണ്ഡവന്മാരാണ് ഇത് പണിത്, ഒരു രാത്രി കൊണ്ട് പണിതാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ 9-ാം നൂറ്റാണ്ടിൽ പണിതാണെന്ന് പറഞ്ഞിട്ട് ആർക്കിയോളജിക്കൽ സർവേയുടെ ആ ഫലകം ഫ്രണ്ടിലുണ്ട്. ഒരു മലകളുടെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മെയിൻ ക്ഷേത്രം വാസുദേവ ക്ഷേത്രം. ഈ വേറൊരു ഷേപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അടുത്ത സൈഡിലായിട്ട് നമ്മൾ പുറകിലാണ് നിൽക്കുന്നത്, അതാണ് ലക്ഷ്മി ക്ഷേത്രം. ഇതാണ് കഞ്ചാവ് ചെടികൾ. ഇവിടെ തന്നെത്താനെ നമ്മുടെ നാട്ടിൽ പുല്ല് വളരുന്ന പോലെയാണ് ഇത് വളരുന്നത്. ആരും നട്ടതൊന്നുമല്ല. എത്ര വേണമെങ്കിലും എടുത്തോണ്ട് പോവാം. ഇതെല്ലാം കഞ്ചാവ് ചെടികളാണ്. ഇവിടെ എല്ലാം ഇത് തന്നെയാണ്. വഴി കൊടുക്കും. സ്വാമിയുടെ ഒരു ഫോട്ടോ. സ്വാമി എന്റെ സുഹൃത്തിനോട് വിഷ്ണുപ്രയാഗാണ്. വിഷ്ണുപ്രയാഗിലേക്കാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. ഇതാണ് പ്രകൃതി. ഇപ്പൊ ആ മഞ്ഞുമലയുടെ കാഴ്ചകളൊക്കെ ഏകദേശം തീർന്നെന്ന് തോന്നുന്നു. അതെടുത്ത് കിട്ടിയില്ലായിരുന്നു. അതെടുത്തത് കിട്ടിയില്ല. എല്ലാവരും എടുക്കണ്ട. ആദ്യം എടുത്ത് കിട്ടിയില്ലായിരുന്നു. എന്തോ ഇതായി ഓഫായി പോയി. രണ്ടാമത് എടുക്കുക. ആദ്യം എടുത്തത് പോയി. ഇപ്പൊ ശരിയായോ? കുഴപ്പമില്ലല്ലേ? ആദ്യം എടുത്തത് പോയി.
എന്ത് സംഭവിച്ചു. ആദ്യം എടുത്തത് ഓഫായി പോയി. വെയില് കാരണം കാണാനും പറ്റിയില്ല. ഇതെന്താ വാങ്ങുന്നത് ഇവിടെ? എന്ത് വാങ്ങുവാ ഇവിടെ നിങ്ങളിവിടെ? എന്ത് വാങ്ങുവാ ഇവിടുന്ന്? വെള്ളമാണ്. ഞാൻ ഇല്ല, വെള്ളം മാത്രമല്ല, അവിടെ ഏതാണ്ടൊക്കെ ആപ്പിളോ? എത്ര ആപ്പിളിനോ? ഏത് വല്ല എത്ര ലാഭമാണോ? അവിടെ ഇത് തന്നെയല്ലേ? പിന്നെ എന്താ ഇത്ര ലാഭമുള്ളത്? ഇതെന്തിനു ചോദിച്ചു? വിഷ്ണുപ്രയാഗിലാണ് നിൽക്കുന്നത്. ഇതാണ് അളകനന്ദ നദി നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇപ്പുറത്തുള്ള കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ ധോലി ഗംഗ എന്നുള്ള നദിയുമായിട്ട് സംഗമിച്ച് ഒരുമിച്ച് പിന്നീട് പോകുന്നതാണ്. കണ്ടോ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഇതാണ് വിഷ്ണുപ്രയാഗ്. ഇവിടെ ഒരു ക്ഷേത്രമാണ്, ചെറിയൊരു ക്ഷേത്രമാണ്. ഇത് വിഷ്ണുപ്രയാഗാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അളകനന്ദ നദി വരുവാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു പാലമുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റാത്ത പാലമാണ്. ഈ അളകനന്ദയുടെ ഇവിടെ വന്നിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ നിന്നാണ് ധോലി ഗംഗാ നദി വരുന്നത്. കാണാമല്ലോ, അവിടെ മഞ്ഞുമൂടിയ മലകൾ അവിടെ കാണാം. അവിടെ ധോലി ഗംഗ വരുന്നു. ധോലി ഗംഗ വന്നിട്ട് ഇത് ഇവിടെ ഒന്ന് സംഗമിക്കും. ഇതാണ് കണ്ടോ വിഷ്ണുപ്രയാഗാണ്. കുത്തി ഒഴിക്കുന്ന വെള്ളം കണ്ടോ? ധോലി ഗംഗ വന്നിട്ട് കുത്തി ഒലിക്കുവാണ് ഇവിടെ. ഈ സംഗമത്തിൽ ഭയങ്കരമായിട്ട് കുത്തി. വളരെ അപകടമാണ്. കുളിക്കാനൊന്നും പറ്റത്തില്ല. ഈ വെള്ളം എടുത്ത് തലയിൽ ഇച്ചിരി ഒഴിക്കാനേ പറ്റും. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു.